വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഒരു സിമ്പിൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും ദിവസം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ വർക്ക് ക്ലാസ് ഇതൊക്കെ ആയിട്ട് മൊത്തം തിരക്ക് പിടിച്ച് മര്യാദക്ക് നന്നായിട്ടൊന്നും നമുക്കധികം ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പം 2 ദിവസത്തേക്കുള്ളത് നമ്മൾ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി വെക്കും, അതൊക്കെ തന്നെ ചൂടായി കഴിക്കും, അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കും. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മസാല ദോശ കഴിച്ചു. മസാല ദോശ, സാമ്പാർ, നമ്മുടെ എന്താ പറയുക കോക്കനട്ട് ചട്നി, അതേപോലെ ടൊമാറ്റോ ചട്നി, 2 ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പം ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം സിമ്പിൾ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബീഫ് ഇതിൽ കുക്കായിട്ടുണ്ട്. ഗ്രേവിക്കുള്ളത് ഇങ്ങനെ വഴന്ന് വരുന്നു. റൈസ് ചൂടാക്കാനായിട്ടുള്ളത് വെള്ളം തിളച്ച് വരുന്നു. ഓൾമോസ്റ്റ് കാര്യങ്ങൾ ശരിയായി. ഇനി ഗ്രേവി സെറ്റ് ആകുമ്പോഴത്തേക്കും യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഗ്രേവി റൈസ് ഇടുക, ദം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെയൊക്കെ പേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അരോമ ഭയങ്കര അടിപൊളിയാണ്. ഇനി ലാസ്റ്റ് പോർഷനിൽ സവോള വറുത്തെടുക്കാൻ പോവാണ്. എങ്ങനെയൊക്കെ ഞാൻ ദമ്മും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. വലുതായിട്ടൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന അതേ സെയിം മെത്തേഡൊക്കെ തന്നെ. ലാസ്റ്റ് ഓൾറെഡി ഒരു ലെയർ നടുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ ലെയറാണ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ചിക്കനും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓൾറെഡി സെയിം ബീഫിൻ്റെ അതേ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ആക്ച്വലി ഓഫ് ഡേ കിട്ടുന്ന ടൈമിൽ എന്താ പറയുക, തലേ ദിവസം തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ കിടന്ന് എന്താ പറയുക, നമ്മൾ ടയേർഡ് ആവുന്നതനുസരിച്ച് എണീക്കാൻ ലേറ്റ് ആവും. അപ്പോൾ തന്നെ അന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആവും. പിന്നെ നമ്മൾ കിട്ടുന്ന ടൈമിൽ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. സാധാരണ ഞാൻ വീക്കെൻഡിലാണ് ഒരു 2 ഡേയ്സ് കൂടുമ്പം ഡ്രസ്സ് വാഷ് ചെയ്ത് അത് ഇടും. പിന്നെ ക്ലീനിങ്ങും ഡെയിലി ചെയ്യും, കാരണം എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതാണ്. അപ്പം ഒരു ദിവസം ഇപ്പം ഞാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും വൃത്തികേടാവത്തില്ല. എന്നാലും ഇപ്പം സമ്മർ ആകുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിലൊക്കെ വിൻഡോ ഒക്കെ തുറന്നിടും. അപ്പം പൊടി കയറുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം തൂക്കാതെ അല്ലെങ്കിൽ വാക്യൂം ചെയ്യാതെ വരുമ്പോൾ ഭയങ്കര ഡസ്റ്റാണ്. അപ്പം ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു സഫോക്കേഷൻ, അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ തുടയ്ക്കുന്നത് വീക്കെൻഡ്സിലാണ്. അപ്പം ക്ലീനിങ് ഇതിൻ്റെ ഇടയിൽ ദം ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈമിൽ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതൊന്നും വിരിക്കണം. പിന്നെ കുറച്ച് എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങൾ എടുത്ത് വെച്ച വീഡിയോസ് 2 ദിവസം ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല, കാരണം ടൈം കിട്ടിയില്ല. എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ മൺഡേ ഇനി വീണ്ടും ക്ലാസ് ഉണ്ട്. അപ്പം കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പഠിക്കുന്നതെന്ന്. അപ്പം ഇപ്പം ഞാനിവിടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പം അവിടെ ഡെയിലി ഹോംവർക്കും കാര്യങ്ങളുണ്ടാവും. അത്യാവശ്യം നന്നായി. ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്ര വലിയൊരു രസമില്ലായിരുന്നു. ഏറ്റവും ബെറ്റർ ഇവിടെ ലാംഗ്വേജ്. ഇപ്പോൾ നിങ്ങൾ കറൻ്റ് ജർമ്മനിയിലുണ്ട് എങ്കിൽ നിങ്ങൾ നാട്ടിലത്തെ ഓൺലൈൻ പഠിക്കാതിരിക്കുക, ഇവിടെ തന്നെ പഠിക്കുക. കാരണം ഇവിടെ പഠിപ്പിക്കുന്നവർ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കവറപ്പ് ചെയ്യാൻ പറയാം. അത്യാവശ്യം നന്നായിട്ട് അവർ പഠിപ്പിക്കും. ഒരു വേർഡ് പോലും ഒരു ഇംഗ്ലീഷ് യൂസ് ചെയ്യത്തില്ല. അവർ ജർമ്മൻ വെച്ചിട്ട് നമ്മളെ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കിൻഡർ ഗാർഡനിലൊക്കെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന കണക്ക് കുറേ വർക്ക്ഷീറ്റ്, നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട് ഓൾറെഡി. ടെക്സ്റ്റിൽ എന്താ പറയുക, ഫസ്റ്റ് സെക്ഷൻ കോഴ്സ് ബുക്ക് ഉണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ആർബൈറ്റ് ബുക്ക് എന്ന് പറയും. അപ്പം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഓരോ വർക്ക്ഷീറ്റ് ചെയ്യിപ്പിക്കും. അഡീഷണൽ ഇവർ വേറെ പേപ്പേഴ്സ് കൊണ്ടുവരും. അതിലാണ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ LKG UKG പഠിക്കുന്ന അതേപോലെ അവർ ഭയങ്കര ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും. അങ്ങനെ നല്ല ക്ലാസ്സാണ്. അപ്പോൾ ഇതേപോലെ ഡെയിലി ഒരുപാട് വർക്ക് ലോഡ് അവർ തരത്തില്ല. 1-2 ഹോംവർക്കുകൾ, പിന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പം ഇനി ഫ്രഷായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്.
ആക്ച്വലി ഇതിപ്പം ഫുഡ് വ്ളോഗായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ ഇത് ചെറിയൊരു മിനി വെർഷൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി. അപ്പം ഇനി ഞാൻ അത് ദം പൊട്ടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഡബിൾ ലെയറിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ദം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരമായി. അപ്പം നമ്മൾ ഒരുപാട് നേരത്തേക്ക് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി മൊത്തം നല്ല സെറ്റാവും. അപ്പം അത്യാവശ്യം ചൂടുണ്ട്. ഇനിയൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് ഇത് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട്, എല്ലാമായിട്ട് കഴിക്കാം. വാവ്, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പുകട്ടും. അപ്പോൾ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. സാധാരണ ഒരു വൈറ്റ് പ്ലേറ്റിലാണ് എടുക്കുന്നത്, എനിക്ക് സ്റ്റീലിൽ കഴിക്കാൻ ഇഷ്ടം.